നമസ്കാരം. ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. റാഗിങ്ങിന്റെ പേരിൽ ഒരു ഇടതു വിദ്യാർത്ഥി സംഘടന പ്രതിക്കൂട്ടിലാകുന്ന സാഹചര്യം നിർഭാഗ്യകരവും ആശങ്കാജനകവുമെന്ന് AISF സംസ്ഥാന സെക്രട്ടറി P. കബീർ. അധികാരത്തണലിൽ ക്യാമ്പസുകളിൽ നടത്തുന്ന അക്രമങ്ങൾ അരാഷ്ട്രീയവാദികൾക്ക് പ്രോത്സാഹനമാകും. പാലക്കാട് AISF ജില്ലാ സമ്മേളനം. പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ തീപിടുത്തമുണ്ടായത് താഴത്തെ നിലയിലെ നഴ്സുമാരുടെ ചേഞ്ചിങ് റൂമിലും രേഖകളും മരുന്നുകളും സൂക്ഷിക്കുന്ന മുറികളിലും. ആളപായമില്ല. സുപ്രധാന രേഖകൾ കത്തി നശിച്ചെന്നത് സംശയം. കോട്ടായി അയ്യങ്കുളം നവീകരണം തുടങ്ങി. കുളം നവീകരിക്കുന്ന മൈനർ ഇറിഗേഷൻ വകുപ്പിന്റെ നേതൃത്വത്തിൽ 35 ലക്ഷം രൂപ ചെലവിൽ വിസ്തൃതമായ കുളം നവീകരിക്കുന്ന പ്രദേശത്തെ കാർഷിക മേഖലയ്ക്ക് പുത്തൻ ഉണർവ് നൽകുമെന്ന പ്രതീക്ഷ. തൃശൂർ വാഴാനി ഡാമിൽ അത്യാധുനിക മ്യൂസിക്കൽ ഡാൻസിംഗ് ഫൗണ്ടൻ ഒരുങ്ങുന്നു. വാർത്തകൾ വിശദമായി. റാഗിങ്ങിന്റെ പേരിൽ ഇടതു വിദ്യാർത്ഥി സംഘടന പ്രതിക്കൂട്ടിലാകുന്ന സാഹചര്യം ആശങ്കാജനകമെന്ന് AISF സംസ്ഥാന സെക്രട്ടറി P. കബീർ. അരാഷ്ട്രീയവാദികൾക്ക് പ്രോത്സാഹനമാകുന്ന സമീപനത്തിൽ നിന്ന് വിദ്യാർത്ഥി സംഘടനകൾ മാറി നിൽക്കണമെന്നും കബീർ പറഞ്ഞു. AISF പാലക്കാട് ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കബീർ. ക്യാമ്പസുകളിലെ വ്യക്തി സ്വാതന്ത്ര്യവും സംഘടനാ സ്വാതന്ത്ര്യവും ഹനിക്കപ്പെടരുതെന്നും P. കബീർ ചൂണ്ടിക്കാട്ടി. അധികാരത്തണലിൽ അതിക്രമങ്ങൾ നടത്തുന്നത് ചർച്ച ചെയ്യപ്പെടുകയാണ്. നീതിബോധവും സംഘടനാ സ്വാതന്ത്ര്യവും സംരക്ഷിക്കുക എന്നത് തന്നെയാണ് ലക്ഷ്യം. റാഗിങ്ങിന്റെ പേരിൽ ഇടതു വിദ്യാർത്ഥി സംഘടനകൾ പ്രതിക്കൂട്ടിലാകുന്നത് അംഗീകരിക്കാനാകില്ല. വിദ്യാഭ്യാസ അവകാശവും വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനവും അരാഷ്ട്രീയവാദത്തിനെതിരെ തുടരേണ്ടതാണെന്നും കബീർ പറഞ്ഞു. നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് വന്നതിന് ശേഷം വിവിധ നയങ്ങളിലൂടെ ഇപ്പോൾ ഈ ദേശീയ വിദ്യാഭ്യാസ നയം 2020 കൂടെ നടപ്പിലാകുമ്പോൾ പൂർണ്ണമായും കേന്ദ്ര ഗവൺമെന്റിന് മാത്രം നിയന്ത്രിക്കാൻ കഴിയുന്ന ഒന്നായി അതിനെ മാറ്റിയെടുത്തു. സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ എല്ലാം തന്നെ ഘടന മാറുകയാണ്. ഇതിന്റെ പേരിൽ സിലബസുകളെല്ലാം തന്നെ പരിഷ്കരിച്ച് വരികയാണ്. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെ 2024-25 അധ്യയന വർഷം നമ്മുടെ സ്കൂളുകളിലെ 1ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികളെല്ലാം തന്നെ പഠിച്ചത് പരിഷ്കരിച്ച സിലബസ് ആണ് പഠിച്ചത്. കേന്ദ്ര ഗവൺമെന്റ് NCERT നൽകിയ സിലബസ് എന്ന് പറയുന്നത് രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചരിത്രം, പുതുതലമുറ അറിഞ്ഞിരിക്കേണ്ട രാജ്യത്തിന്റെ ചരിത്രം, സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലുണ്ടായ നിർണായകമായ സംഭവങ്ങൾ, മുഗൾ രാജവംശത്തിന്റെ ഭരണകാലയളവിലുണ്ടായിരുന്ന ചരിത്രം. CPI ജില്ലാ സെക്രട്ടറി KP സുരേഷ് രാജ്, മണ്ഡലം സെക്രട്ടറി മുരളി K. താരേക്കാട്, K. ഷാജഹാൻ, P. നൌഷാദ്, A. അധിപൻ, TT മിനുട്ടി എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ തീപിടുത്തം. താഴത്തെ നിലയിൽ നഴ്സുമാരുടെ ചേഞ്ചിങ് റൂമും രേഖകളും മരുന്നുകളും സൂക്ഷിക്കുന്ന മുറികളുള്ള ഭാഗത്തുമാണ് തീ പടർന്നത്. ആളപായമില്ല. അതേസമയം വളരെ സുപ്രധാനമായ രേഖകൾ കത്തിനശിച്ചിട്ടുണ്ട്. പുലർച്ചെ 3 മണിയോടെയാണ് തീപിടുത്തമുണ്ടായത്. കാഷ്വാലിറ്റി ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്നാൽ ഈ റൂമിനോട് ചേർന്നുള്ള വനിതകളുടെ വാർഡിലും തൊട്ടടുത്തുള്ള സർജിക്കൽ ICUവിലും ഉള്ള രോഗികളെ പുക ഉയർന്നതിനാൽ പൂർണ്ണമായും വാർഡിൽ നിന്ന് മാറ്റി. വനിതകളുടെ വാർഡിൽ 48 രോഗികളും MICUവിൽ 11 പേരുമാണ് ഉണ്ടായിരുന്നത്. ഇവരെ പൂർണ്ണമായും മാറ്റിയതായി അധികൃതർ അറിയിച്ചു. ഷോർട്ട് സർക്യൂട്ടാണ് തീ പടരാനുള്ള കാരണമെന്ന് കരുതുന്നു. ഫയർഫോഴ്സ് എത്തി തീ പൂർണ്ണമായും അണച്ചിട്ടുണ്ട്. അതേസമയം ആധികാരികവും ഭാവിയിൽ ആവശ്യമുള്ളതുമായ രേഖകൾ കത്തിനശിച്ചതായി സംശയിക്കുന്നുണ്ട്. കരാർ വ്യവസ്ഥകൾ, മിഷനറി, നിയമനങ്ങൾ, മെഡിക്കൽ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട രേഖകൾ എന്നിവ കത്തിനശിച്ചവയിൽ ഉൾപ്പെടും. ഏതെല്ലാം സുപ്രധാന രേഖകൾ കത്തിനശിച്ചിട്ടുണ്ടെന്ന് വിശദമായ പരിശോധനകൾക്ക് ശേഷം മാത്രമേ വ്യക്തമാകൂ. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കേരള NGO യൂണിയൻ ഒറ്റപ്പാലം യൂണിറ്റ് വാർഷിക സമ്മേളനം CSN ഓഡിറ്റോറിയത്തിൽ നടന്നു. സംസ്ഥാന കമ്മിറ്റി അംഗം VR അജു ഉദ്ഘാടനം ചെയ്തു. ശമ്പളം എപ്പോഴും ലഭിക്കുന്നുണ്ട് നമുക്ക്. ഓർമ്മ പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ അയൽപ്പക്കത്തുള്ള നിസ്വരായ പ്രയാസം അനുഭവിക്കുന്ന 3 നേരം ആഹാരം കഴിക്കാത്ത 62 ലക്ഷം പേരുടെ ക്ഷേമ പെൻഷൻ 1600 ഒരു രൂപ വർദ്ധിപ്പിച്ചിട്ടില്ല. നമ്മുടെ DA വലിയ വർദ്ധനമൊന്നും ഇല്ലെങ്കിലും 2 ഘട്ടമായി തരാൻ വേണ്ടി സർക്കാർ ശ്രമിച്ചിട്ടുണ്ട്. അടുത്ത തീരുമാനത്തിലേക്ക് പോവുകയാണ്. അവിടെയാണ് ജോൺ ബ്രിട്ടാസ്, നാടിന്റെ ജനപ്രതിനിധി, രാജ്യസഭയിൽ ചോദിച്ചു, അല്ലേ പ്രിയപ്പെട്ട മോഡി, 57,000 കോടി രൂപ വർഷാവർഷം ഈ നാടിന് നിങ്ങൾ തടഞ്ഞു വയ്ക്കുമ്പോൾ ആ 57,000 കോടി രൂപയുടെ നേർപകുതി എത്രയോ ആയിക്കോട്ടെ, നിങ്ങൾ ഈ സർക്കാരിന് വ്യവസ്ഥാപിത പ്രകാരം, ഫെഡറൽ സംവിധാന പ്രകാരം മര്യാദയുടെ അവകാശമായ 57,000 കോടി രൂപയുടെ നേർപകുതി ഈ സംസ്ഥാനത്തിൽ ലഭ്യമാക്കിയാൽ ഒറ്റ ഉത്തരവിലൂടെ ജനകീയ സർക്കാർ ജീവനക്കാരുടെ, അധ്യാപകരുടെ
കുടിശ്ശികയില്ലാതെ ലഭ്യമാക്കുന്നു. സമ്മേളനത്തിൽ ഏരിയ സെക്രട്ടറി എം വി സുജേഷ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. സി പി ശ്രീനിവാസൻ വരവ് ചെലവ് കണക്ക് വായിച്ചു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ സി ശിവദാസ്, ഇന്ദിര, ജില്ലാ കമ്മിറ്റി അംഗം എം സുധീഷ് മോഹൻ, എം എസ് സജീവ്, കെ പി വിനീഷ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കോട്ടായി അയ്യങ്കുളത്തിന്റെ നവീകരണ പ്രവൃത്തികൾ തുടങ്ങി. മൈനർ ഇറിഗേഷൻ വകുപ്പിന്റെ നേതൃത്വത്തിൽ 35 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കുളത്തിന്റെ പുനരുദ്ധാരണ പ്രവൃത്തികൾ നടക്കുക. പഞ്ചായത്തിലെ ഏറ്റവും വിസ്തൃതമായ പൊതുകുളമായ അയ്യങ്കുളം പതിറ്റാണ്ടുകളായി കുളച്ചണ്ടിയും കാടും നിറഞ്ഞ് ഉപയോഗശൂന്യമായി കിടക്കുകയായിരുന്നു. കുളത്തിലെ ചണ്ടിയും ചേറും ചെളിയും കോരി വൃത്തിയാക്കൽ, കുളത്തിന് ചുറ്റും തകർന്നു കിടക്കുന്ന ബണ്ട് അറ്റകുറ്റപ്പണി നടത്തി ബലപ്പെടുത്തൽ, കുളിക്കടവുകൾ നിർമ്മിക്കൽ തുടങ്ങിയ പ്രവൃത്തികൾക്കാണ് 35 ലക്ഷം രൂപ അനുവദിച്ചിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. തൃശൂർ വാഴാൻ ഡാമിൽ അത്യാധുനിക സൗകര്യങ്ങളോടെ മ്യൂസിക്കൽ ഡാൻസിംഗ് ഫൗണ്ടൻ ഒരുങ്ങുന്നു. ഈ മാസം 17 വൈകുന്നേരം 7 മണിക്ക് ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം നിർവഹിക്കും. വാഴാനി ഡാം പരിസരത്ത് നടക്കുന്ന ചടങ്ങിൽ സേവ്യർ ചിറ്റിലപ്പള്ളി MLA അധ്യക്ഷത വഹിക്കും. കെ രാധാകൃഷ്ണൻ MP, AC മൊയ്തീൻ MLA എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും. 6 കോടി രൂപ ചെലവിൽ 4 ഏക്കർ പൂന്തോട്ടത്തിലാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നത്. സംഗീതത്തിന്റെ താളത്തിനൊത്ത് നൃത്തം ചെയ്യുന്ന ജലധാരയും ലേസർ കിരണങ്ങളുടെ വിസ്മയ കാഴ്ചയും ഇവിടെ ഒരുങ്ങും. 15 മിനിറ്റോളം നീളുന്ന മെഗാ ഡിസ്പ്ലേ ഷോയാണ് ഇതിന്റെ പ്രധാന ആകർഷണം. വടക്കാഞ്ചേരിയിലെ ടൂറിസം വികസനത്തിന് പദ്ധതി വലിയ മുതൽക്കൂട്ടായി മാറുമെന്നാണ് വിലയിരുത്തൽ. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കോട്ടായി അയ്യങ്കുളം ഓടന്നൂർ പ്രധാന പാതയിൽ വൻ ഗർത്തം രൂപപ്പെട്ടത് ഗതാഗതത്തിന് ഭീഷണിയായി. അയ്യങ്കുളത്തിന് സമീപമാണ് ഗർത്തമുണ്ടായത്. പുറമേ നോക്കുമ്പോൾ ചെറിയ ഗർത്തമാണെങ്കിലും ഉള്ള് പൊള്ളയായ വൻ ഗർത്തമാണിത്. തൊട്ടു കൺമുന്നിലെത്തിയാലേ വാഹനങ്ങളിലെ ഡ്രൈവർമാർക്ക് ഗർത്തമാണെന്ന് തിരിച്ചറിയുകയുള്ളൂ. ഇത് അപകടം വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട്. ഇരുചക്ര വാഹനങ്ങൾക്കും ഓട്ടോറിക്ഷകൾക്കുമാണ് ഏറെ ഭീഷണിയാകുന്നത്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. കുളപ്പള്ളി തൃപ്പറ്റക്കാവ് പരിസരത്ത് മുനിസിപ്പൽ റോഡിന്റെ സംരക്ഷണ ഭിത്തി നിർമ്മിക്കാത്തത് യാത്രക്കാർക്ക് ജീവന് ഭീഷണിയാണെന്ന് യൂത്ത് കോൺഗ്രസ്. അധികാരികളുടെ നിസ്സംഗതയ്ക്കെതിരെ പ്രദേശത്ത് പ്രതീകാത്മക സംരക്ഷണ ഭിത്തി കെട്ടി യൂത്ത് കോൺഗ്രസ് പ്രതിഷേധിച്ചു. തൃപ്പുറ്റക്കാവിന് മുൻവശത്തുള്ള മുനിസിപ്പൽ റോഡിന്റെ ഇരുവശങ്ങളിലും സംരക്ഷണ ഭിത്തി തീർക്കാത്തത് വലിയ അപകട ഭീഷണിയാണെന്ന് യൂത്ത് കോൺഗ്രസ് ചൂണ്ടിക്കാട്ടി. മുനിസിപ്പൽ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതീകാത്മക സംരക്ഷണ ഭിത്തി വെച്ച് പ്രതിഷേധിച്ചത്. യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്, യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്, യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്, യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്. ആളെ കൊല്ലും അധികാരികളെ, ആളെ കൊല്ലും അധികാരികളെ. ബ്ലോക്ക് കോൺഗ്രസ് ട്രഷറർ ഗോപികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ആഷിഖ് തോണിക്കടവിൽ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് വിനീത് സ്വാഗതം പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് അസംബ്ലി മണ്ഡലം ജനറൽ സെക്രട്ടറി C ആഷിഖ്, മുൻ ജില്ലാ സെക്രട്ടറി സന്തോഷ്, യൂത്ത് കോൺഗ്രസ് ഭാരവാഹികളായ മണികണ്ഠൻ, അഭിജിത്ത്, റഫീഖ്, അച്ചു, രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇരുവശങ്ങളിലും സംരക്ഷണ ഭിത്തി ഇല്ലാത്തതിനാൽ പല വാഹനങ്ങളും മറ്റു വാഹനങ്ങൾ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വരുമ്പോൾ പാടത്തേക്കും മറിയാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുകയാണ്. കഴിഞ്ഞ ആഴ്ച ഇതേപോലെ ഒരു ഓട്ടോറിക്ഷ തട്ടി ഒരാൾക്ക് അപകടം പറ്റി. ഇങ്ങനെ സ്ഥിരമായി നടക്കുന്ന ഈ പ്രദേശത്ത് സംരക്ഷണ ഭിത്തി വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് ഇത്തരം ഒരു സംരക്ഷണ ഭിത്തി സ്ഥാപിച്ചുകൊണ്ട് ഒരു സമരം നടത്തുവാൻ യൂത്ത് കോൺഗ്രസ് തീരുമാനിച്ചിട്ടുള്ളത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ദേശീയ അധ്യാപക പരിഷത്തിന്റെ ഒറ്റപ്പാലം ഉപജില്ല LSS USS മാതൃകാ പരീക്ഷ വാണിയംകുളം TRK ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ചു. 1 മാസം മുമ്പ് ആരംഭിച്ച വിജയഗാഥ പരിശീലന പരിപാടിയുടെ തുടർച്ചയായാണ് പരീക്ഷ നടത്തിയത്. 400 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതി. ദേശീയ അധ്യാപക പരിഷത്ത് NTU ഒറ്റപ്പാലം ഉപജില്ലാ കമ്മിറ്റി LSS USS സ്കോളർഷിപ്പ് പരീക്ഷയുടെ പരിശീലന പരിപാടി വിജയഗാഥ എന്ന പേരിൽ നടത്തിവന്നിരുന്നു. നിത്യേന വിവിധ വിഷയങ്ങളിൽ ഓൺലൈൻ ക്ലാസുകൾ 1 മാസത്തോളമായി സംഘടിപ്പിച്ചു. സംസ്ഥാന തലത്തിൽ നടക്കുന്ന LSS USS മാതൃകാ പരീക്ഷ ഒറ്റപ്പാലം ഉപജില്ലയിൽ ഞായറാഴ്ചയാണ് സംഘടിപ്പിച്ചത്. രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 1:30 വരെയായിരുന്നു പരീക്ഷ. വാണിയംകുളം TRK ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരീക്ഷയിൽ LSS USS എന്നീ വിഭാഗങ്ങളിലായി 400ഓളം വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതി. NTU സംസ്ഥാന വൈസ് പ്രസിഡന്റ് KK രാജേഷ് ആദ്യത്തെ വിദ്യാർത്ഥിയുടെ രജിസ്ട്രേഷൻ നടത്തി പരീക്ഷാ ഹാൾ ടിക്കറ്റ് വിതരണം ചെയ്ത് നടപടികൾക്ക് തുടക്കം കുറിച്ചു. പ്രൈമറി വിഭാഗം ജില്ലാ കൺവീനർ K ഷീജ, NTU ഒറ്റപ്പാലം ഉപജില്ലാ സെക്രട്ടറി K കൃഷ്ണകുമാർ, ജില്ലാ ജനറൽ സെക്രട്ടറി ഗിരീഷ് ഗോപിനാഥ്, ജില്ലാ ട്രഷറർ വേണുഗോപാലൻ, വൈസ് പ്രസിഡന്റ് പ്രവീൺ കുമാർ, വിദ്യാഭ്യാസ ജില്ലാ
പ്രസിഡന്റ് ഡി സജിരാജ്, ഉപജില്ലാ പ്രസിഡന്റ് MP സജിത്ത് തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ 50ഓളം അധ്യാപകർ പരീക്ഷാ നടത്തിപ്പിൽ പങ്കാളികളായി. ഏതാണ്ട് 50-ലധികം അധ്യാപകർ ഇതിൻ്റെ പിന്നിൽ ഇന്നത്തെ ഡ്യൂട്ടിയിൽ, എല്ലാ ക്ലാസ് റൂമുകളിലും ഡ്യൂട്ടിയിലും രജിസ്ട്രേഷൻ, അതുപോലെ തന്നെ അതിൻ്റെ റൂം അറേഞ്ച്മെൻറ്റ് തുടങ്ങിയ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അധ്യാപനം രാഷ്ട്രസേവനം, വിദ്യാഭ്യാസം രാഷ്ട്ര പുരോഗതിക്ക് എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കഴിഞ്ഞ 46 വർഷമായിട്ട് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു സംഘടന എന്ന നിലയ്ക്ക് മറ്റ് ചില ജില്ലകളിൽ മാത്രം ഒതുങ്ങിയിരുന്ന LSS USS പരീക്ഷ മുൻപും NTUവിൻ്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുണ്ട്. പക്ഷേ അത് ചില ജില്ലകളിൽ മാത്രം ഒതുങ്ങിയിരുന്നത് ഇത്തവണ സംസ്ഥാന വ്യാപകമായിട്ട് നടക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ദ്രവിച്ച് ഇടിഞ്ഞു വീഴാറായ വീട് ശ്രമദാനത്തോടെ നവീകരിച്ച് വാസയോഗ്യമാക്കി. മംഗല കല്ലൂർ ചേലങ്കര അമ്പലപ്പടിയിൽ മണികണ്ഠൻ ദേവി ദമ്പതികളുടെ വീടാണ് 20ഓളം പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വാസയോഗ്യമാക്കിയത്. ഒരു മാസം മുൻപാണ് ഗൃഹനാഥൻ മണികണ്ഠൻ മരണപ്പെട്ടിരുന്നത്. ഇതേ തുടർന്ന് ഭാര്യ ദേവിയും 2 പിഞ്ചു വിദ്യാർത്ഥികളും ഈ വീട്ടിലായിരുന്നു കഴിഞ്ഞിരുന്നത്. മണികണ്ഠൻ മരിച്ചതോടെ 3-അംഗ കുടുംബം പ്രയാസത്തിലായിരുന്നു. വിവരം കോൺഗ്രസ് നേതാക്കളെ അറിയിച്ചതോടെയാണ് നവീകരിക്കാൻ നടപടിയായത്. 1.5 ലക്ഷം രൂപ ചെലവിലാണ് നവീകരിക്കുന്നത്. ചിതലരിച്ച് വീഴാറായ അവസ്ഥയിലായിരുന്നു വീട്. ലൈഫിന് അപേക്ഷ നൽകിയെങ്കിലും വാസയോഗ്യമാണെന്ന് പറഞ്ഞ് അപേക്ഷ തള്ളുകയായിരുന്നു. വാർഡ് പ്രസിഡന്റ് പ്രേമൻ, ദേവൻ, വിനോദ്, വി മുരളീധരൻ, കെ ശിവാനന്ദൻ, ഗിരീഷ്, വിനോദ്, സുബ്രഹ്മണ്യൻ, അഖിൽ, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് അച്യുതൻകുട്ടി, സുബേർ കല്ലൂർ എന്നിവർ നേതൃത്വം നൽകി. നേരാക്കി കൊടുക്കാനുള്ള നമ്മുടെ മങ്കരയിലെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുടെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം കൂടി വാർഡ് കമ്മിറ്റിയാണ് ഈ പ്രവൃത്തി ഏറ്റെടുത്ത് ചെയ്യാറുള്ളത്. അതിന് ഒരുപാട് സന്മാനികളെ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ അവരോടൊക്കെ ഈ അവസരത്തിൽ നന്ദി പറയുകയാണ്. ഇതിനായി സമാധാനമായിട്ട് നിൽക്കുന്ന എല്ലാവരോടും ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. തുടർന്നും നമ്മുടെ വാർഡിൽ ഇതുപോലുള്ള വീടുകൾ ഉണ്ട്. അത് തുടർന്ന് ചെയ്യാൻ എല്ലാവരുടെയും സഹായം ഉണ്ടാകുമെന്ന് അഭ്യർത്ഥിക്കുന്നു. ന്യൂസ് ബ്യൂറോ, പത്തരിപ്പാല. മാത്തൂർ ചെങ്കനയൂർക്കാവ് തുളസി സ്മാരക വായനശാലയുടെയും കുഴൽമന്നം എക്സൈസ് റേഞ്ചിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രവീത മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഈ പ്രദേശങ്ങളിലൊക്കെ അത് വളരെ കുറവാണെങ്കിൽ പോലും മറ്റ് സ്ഥലങ്ങളിൽ അത് ഒരുപാട് നടക്കുന്നു. പുറത്തിറങ്ങി നമുക്ക് നടക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് മാറി. അതുപോലെ തന്നെയാണ് സ്കൂളുകളിൽ ലഹരിയുടെ ഉപയോഗം. സ്കൂളിലെ കുട്ടികൾക്ക് കൃത്യമായിട്ട് സാധനം എത്തുന്നുണ്ട്. നമ്മുടെ എക്സൈസ് ഓഫീസർമാർ കൃത്യമായി അതിനെക്കുറിച്ച് പറയും. വിമുക്തി എന്ന പേരിൽ സംഘടിപ്പിച്ച ക്യാമ്പിൽ കുഴൽമന്ദം എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ കലാധരൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PR പ്രസാദ്, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് G ശിവരാജൻ, K ഇന്ദ്രപ്രസാദ്, KM സുരേഷ്, CM മോഹനൻ, S ബേബി, ശ്രീനിഷ എന്നിവർ സംസാരിച്ചു. കുഴൽമന്ദം എക്സൈസ് റേഞ്ച് ഗ്രേഡ് പ്രിവൻറ്റീവ് ഓഫീസർ R പ്രദീപ് ബോധവൽക്കരണ ക്ലാസ് നടത്തി. പഞ്ചായത്ത് അംഗം K ഉദയപ്രകാശ് സ്വാഗതവും തുളസി സ്മാരക ലൈബ്രറി സെക്രട്ടറി പ്രസീല ടീച്ചർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. വീണ്ടും ഒരിക്കൽ കൂടി വാടനാകുറിശി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ആദ്യ SSLC ബാച്ചിന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമമാണ് വീണ്ടും ഒരിക്കൽ കൂടി എന്ന പേരിൽ വിദ്യാലയത്തിൽ സംഘടിപ്പിച്ചത്. 1963 വിദ്യാലയത്തിൽ നിന്ന് ആദ്യ SSLC ബാച്ച് പഠിച്ചിറങ്ങിയത്. വിദ്യാലയ മുത്തശ്ശിയുടെ മടിത്തട്ടിലേക്ക് 64 വർഷങ്ങൾക്ക് ശേഷം ബാല്യകൗമാരങ്ങളുടെ ഓർമ്മകൾ മാർച്ചിന്റെ പരീക്ഷക്കാലത്തോടടുക്കുന്ന വേനലിനെ തഴുകിയപ്പോൾ വയോധിക ജീവിതത്തിന്റെ അവശതകൾക്കും അസ്വസ്ഥതകൾക്കും ഇത്തിരി ഇടവേള. 1958 ഹൈസ്കൂളായി ഉയർത്തപ്പെട്ട വാടാനംകുറിശി സ്കൂളിലെ ആദ്യ SSLC ബാച്ച് പുറത്തിറങ്ങിയത് 1961 2011 വിദ്യാലയത്തിൽ പൂർവ്വ വിദ്യാർത്ഥി അസോസിയേഷൻ രൂപീകരിച്ചപ്പോൾ ആദ്യ ബാച്ചിലെ 22 പേർ അന്ന് പങ്കെടുത്തു. 14 വർഷത്തിനു ശേഷം അവരിൽ 17 പേരാണ് സംഗമത്തിനെത്തിയത്. അന്നത്തെ അധ്യാപകരിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന പത്മ ടീച്ചർക്ക് ആദരമൊരുക്കാൻ ശിഷ്യർ തീരുമാനിച്ചിരുന്നു. എന്നാൽ ചില കാരണങ്ങളാൽ അവർക്ക് എത്താൻ കഴിഞ്ഞില്ലെങ്കിലും ഗുരുസ്മരണ പൂർവ്വ വിദ്യാർത്ഥികൾ പുതുക്കി. സുകുമാരൻ മാസ്റ്ററുടെ പ്രാർത്ഥനയോടെയാണ് ചടങ്ങിന് തുടക്കമായത്. സീനിയർ വിദ്യാർത്ഥി ജനാർദ്ദനൻ കേക്ക് മുറിച്ചു. പൂർവ്വ വിദ്യാർത്ഥി അസോസിയേഷൻ രക്ഷാധികാരി PM വിശ്വനാഥൻ സംഗമം ഉദ്ഘാടനം ചെയ്തു. അവശേഷിക്കുന്ന ആളുകൾ ഇത്രയേ ഉള്ളൂ എന്നതുകൊണ്ടും ഞാൻ ഈ വിഷയം ശരിക്ക് നമ്മുടെ
ഞങ്ങളുടെ സഹപാഠി ശ്രീ വനൂട്ടിയോട് ഞാൻ സംസാരിക്കേണ്ടായി. 1911 നമ്മൾ ഒന്ന് എല്ലാവരും കൂടി ഒത്തുകൂടി. അതുവരെ ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള എല്ലാ പൂർവ്വ വിദ്യാർത്ഥി സംഘങ്ങളെക്കാളും ഗംഭീരമായി. കാരണം 31 പേര് 22 പേര് പങ്കെടുക്കുക, അത് ഒരു വമ്പിച്ച സമ്മേളനമായി മാറി. അതിൽ പങ്കെടുത്ത ആൾക്കാർക്ക് അത് ഓർമ്മയുണ്ടാവുന്നതിനെ പറ്റിയിട്ട്. പക്ഷേ പിന്നീടുള്ള ഒരു പൂർവ്വ വിദ്യാർത്ഥി അതേമാതിരി എല്ലാ ബാച്ചിനെയും എല്ലാ കൊല്ലം നമ്മൾ ആദിക്കാറുണ്ടായിരുന്നു. അത്രത്തോളം നിറപ്പകറ്റോടെ അത്രത്തോളം പങ്കാളിത്തത്തോടെ അത് നടന്നിട്ടില്ല. അപ്പോൾ ആദ്യത്തേത് വളരെ വർണ്ണപ്പകറ്റോടുകൂടി പങ്കെടുത്ത് നിങ്ങളെ വീണ്ടും ഒരു 11 കൊല്ലത്തിൽ 14 കൊല്ലത്തിന് ശേഷം വീണ്ടും കാണുമ്പോൾ അതിലേറെ സന്തോഷമുണ്ട്. പക്ഷേ OSA പ്രസിഡന്റ് ഇ ബാലൻ അധ്യക്ഷത വഹിച്ചു. OSA അംഗങ്ങളായ മോഹനൻ മാസ്റ്റർ, പരമേശ്വരൻ, സുകുമാരൻ മാസ്റ്റർ, രാജൻ, രാമകൃഷ്ണൻ, ജയചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. N. നാരായണൻകുട്ടി മറുപടി പ്രസംഗം നടത്തി. OSA സെക്രട്ടറി വേണുഗോപാലൻ സ്വാഗതവും VT ഗോപാലകൃഷ്ണൻ നന്ദിയും പറഞ്ഞു. OSA മുൻ പ്രസിഡന്റ് V. ഉണ്ണികൃഷ്ണൻ പൂർവ്വ വിദ്യാർത്ഥികളെ ആദരിച്ചു. ഉച്ചയ്ക്ക് വിഭവസമൃദ്ധമായ സദ്യയുമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. മാത്തൂർ ബംഗ്ലാവ് സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥികളുടെയും പാലക്കാട് ഓലശ്ശേരി ശാന്തിഗിരി ആയുർവേദ മെഡിക്കൽ കോളേജിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. മാത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രവിത മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. അനുഭവിക്കുന്നവരാണ്, ജീവിതശൈലി രോഗങ്ങൾ മൂലം അനുഭവിക്കുന്നവരുണ്ട്. അപ്പോൾ നമ്മുടെ അടുത്ത് തന്നെ വരികയാണ് ഡോക്ടേഴ്സ് എല്ലാവരും. ഇതിപ്പോൾ 7 പേര് വന്നിട്ടുണ്ട്, ഡോക്ടേഴ്സ് ഉൾപ്പെടെയുള്ള ആളുകൾ. എന്തായാലും മരുന്നടക്കം നമ്മൾക്ക് കയ്യിൽ തരികയാണ്. ഫ്രീ ആയിട്ടാണ് മരുന്നുകളും കാര്യങ്ങളും ട്രീറ്റ്മെൻറ്റും ഒക്കെ തരുന്നത്. അത് പരമാവധി നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് G. ശിവരാജൻ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രധാനാധ്യാപകൻ കൃഷ്ണാനന്ദൻ, പിരായിരി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PK പ്രിയകുമാരൻ, ശാന്തിഗിരി ആയുർവേദ മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പ്രധാന വാർത്തകൾ വീണ്ടും. റാഗിങ്ങിന്റെ പേരിൽ ഒരു ഇടതു വിദ്യാർത്ഥി സംഘടന പ്രതിക്കൂട്ടിലാകുന്ന സാഹചര്യം നിർഭാഗ്യകരവും ആശങ്കാജനകവുമെന്ന് AISF സംസ്ഥാന സെക്രട്ടറി P. കബീർ. അധികാരത്തണലിൽ ക്യാമ്പസുകളിൽ നടത്തുന്ന അക്രമങ്ങൾ അരാഷ്ട്രീയവാദികൾക്ക് പ്രോത്സാഹനമാകും. പാലക്കാട് AISF ജില്ലാ സമ്മേളനം. പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ തീപിടുത്തമുണ്ടായത് താഴത്തെ നിലയിലെ നഴ്സുമാരുടെ ചേഞ്ചിംഗ് റൂമിലും രേഖകളും മരുന്നുകളും സൂക്ഷിക്കുന്ന മുറികളിലും. ആളപായമില്ല. സുപ്രധാന രേഖകൾ കത്തി നശിച്ചെന്നത് സംശയം. കോട്ടായി അയ്യങ്കുളം നവീകരണം തുടങ്ങി. കുളം നവീകരിക്കുന്ന മൈനർ ഇറിഗേഷൻ വകുപ്പിന്റെ നേതൃത്വത്തിൽ 35 ലക്ഷം രൂപ ചെലവിൽ വിസ്തൃതമായ കുളം നവീകരിക്കുന്ന പ്രദേശത്തെ കാർഷിക മേഖലയ്ക്ക് പുത്തൻ ഉണർവ് നൽകുമെന്ന പ്രതീക്ഷ. തൃശൂർ വാഴാനി ഡാമിൽ അത്യാധുനിക മ്യൂസിക്കൽ ഡാൻസിംഗ് ഫൗണ്ടൻ ഒരുങ്ങുന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.